ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യാൻ ഇടയായ സാഹചര്യം ഞാൻ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞുതരാം. അതിനുശേഷം ഞാൻ ഈ വീഡിയോയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യത്തിലേക്ക് കിടക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് ഒരു ഫോൺ എടുത്തു. ഓൺലൈനിൽ നിന്ന് വാങ്ങിയ ഫോണാണ്. നല്ല വില ഉള്ള ഒരു ഫോണാണ്. ഫോണിന്റെ പേര് ഞാൻ പറയുന്നില്ല. 2 ദിവസം പുള്ളി ഉപയോഗിച്ചു കഴിഞ്ഞ് 3-ാമത്തെ ദിവസം പുള്ളി എന്നെ വിളിച്ചു പറഞ്ഞു, ഞാൻ ഈ ഫോൺ കൊടുക്കുകയാണ്, എനിക്ക് ഈ ഫോണ് ഇപ്പോൾ ഇഷ്ടപ്പെട്ടില്ല. എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞ്, ഈ ഫോണിന്റെ ബാറ്ററി റിമൂവ് ചെയ്യാൻ സാധിക്കത്തില്ല, അതുകൊണ്ട് ഞാൻ ഈ ഫോൺ കൊടുക്കുകയാണ്. ഞാൻ പുള്ളിയോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ബാറ്ററി റിമൂവ് ചെയ്യാൻ സാധിക്കത്തില്ലെങ്കിൽ എന്താണ് കുഴപ്പം? പുള്ളി പറയുന്നത്, ബാറ്ററി റിമൂവ് ചെയ്യാൻ സാധിക്കത്തില്ലെങ്കിൽ ഈ ബാറ്ററി അഴുക്കായി കഴിഞ്ഞാൽ നമുക്ക് പുതിയ ബാറ്ററി ഇടാൻ സാധിക്കത്തില്ല. അതേപോലെ ഫോണൊന്ന് ഹാങ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി ഊരിയിട്ട് വീണ്ടും ഇടാൻ സാധിക്കത്തില്ല. തുടങ്ങിയ ഡൗട്ട്സ് ആണ് പുള്ളിക്ക് ഉണ്ടായിരുന്നത്. ഞാൻ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പുള്ളിക്ക് മനസ്സിലാക്കി കൊടുത്തു. നിങ്ങൾക്കും നോൺ റിമൂവൽ ബാറ്ററി അല്ലെങ്കിൽ റിമൂവൽ ബാറ്ററിയെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്നതാണ്. ഫോണുകളിൽ സാധാരണയായി 2 രീതിയിലാണ് ബാറ്ററികൾ വരാറുള്ളത്. ഒന്ന് നോൺ റിമൂവൽ ബാറ്ററി, അതേപോലെ മറ്റൊന്ന് റിമൂവൽ ബാറ്ററി. ആപ്പിളിന്റെ ഫോണുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ആദ്യം മുതൽക്കുള്ള ആപ്പിളിന്റെ ഫോണുകളിലെല്ലാം നോൺ റിമൂവൽ ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ സാംസങ്ങിന്റെ ഫോണിൽ നോൺ റിമൂവൽ ബാറ്ററി വന്നപ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരുന്നു ആ ഫോൺ വാങ്ങാനായിട്ട്. എന്നാൽ ആപ്പിളിന്റെ ഫോണിൽ എന്ത് പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്നാലും ആളുകൾ അത് അക്സെപ്റ്റ് ചെയ്യും. കാരണം ആപ്പിളിന്റെ ഫോണിന്റെ പുറകുവശത്തായിട്ട് ആപ്പിളിന്റെ ലോഗോ ഉണ്ട്. അത് മറ്റുള്ളവരെ കാണിക്കാൻ അതൊരു കോസ്റ്റ്ലി ആയിട്ടുള്ള ഫോണാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ആപ്പിള് എന്ന് പറയുന്ന വലിയ കമ്പനി എന്ത് ചെയ്താലും ആളുകൾ അത് അക്സെപ്റ്റ് ചെയ്യും. സാംസങ്ങോ അതിനേക്കാൾ കുറഞ്ഞ ലെവലിലുള്ള കമ്പനികളോ ചൈനീസ് കമ്പനികളോ അങ്ങനെയുള്ള പുതിയ മാറ്റങ്ങൾ ഫോണിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആളുകൾക്കത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. കാരണം അവർ നേരെ പറയും, ആ ഫോൺ കൊള്ളത്തില്ല, നോൺ റിമൂവൽ ബാറ്ററിയാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറയുകയാണ്, നോൺ റിമൂവൽ ബാറ്ററി ഉള്ള ഫോൺ എടുക്കൽ, അത് കൊള്ളത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പറയും, ഓക്കെ ഞാൻ എടുക്കത്തില്ല. അവനത് 10 പേരോട് പറയും. അതിനുശേഷം ആ 10 പേര് 100 പേരോട് പറയും. അങ്ങനെ ഫോണുകൾ ഉപയോഗിക്കുന്നവരുടെ ഇടയിൽ ഇതുപോലെയുള്ള ഒരു മിഥ്യാധാരണ പരന്നിട്ടുണ്ട്, നോൺ റിമൂവൽ ബാറ്ററി ഉള്ള ഫോണുകൾ കൊള്ളത്തില്ല എന്നുള്ളത്. എന്നാൽ നമ്മൾ നോൺ റിമൂവൽ ബാറ്ററി എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. റിമൂവൽ ബാറ്ററിയും നോൺ റിമൂവൽ ബാറ്ററിയും എന്നല്ല നമ്മൾ ഉപയോഗിക്കേണ്ടത്. നോൺ റിമൂവൽ ബാറ്ററി എന്ന് പറയുന്ന ഒരു ഫോണില്ല. യൂസർ നോൺ റിമൂവൽ ബാറ്ററി എന്നാണ് പറയേണ്ടത്. അതായത് ഒരു സാധാരണ യൂസറിന്, എന്നെ പോലെ നിങ്ങളെ പോലെ ഉള്ള ഒരു സാധാരണ യൂസറിന് നോൺ യൂസർ റിമൂവൽ ബാറ്ററി റിമൂവ് ചെയ്യാൻ സാധിക്കത്തില്ല. അത് നിങ്ങൾ ഒരു സർവീസ് സെന്ററിൽ കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ചില സെക്കൻഡുകൾ കൊണ്ട് സർവീസ് സെന്ററിലുള്ള ആളുകൾ അതിന്റെ ബാറ്ററി റിമൂവ് ചെയ്യും. ഇതിനു മുമ്പൊന്നും നോൺ റിമൂവൽ ബാറ്ററി ഇത്ര പ്രചാരത്തിലില്ലായിരുന്നു. ഉണ്ടായിരുന്നു, പഴയ പല മൊബൈലുകളിലും നോൺ റിമൂവൽ ബാറ്ററി ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇറങ്ങുന്ന മിക്ക ഫോണുകളിലും യൂസർ നോൺ റിമൂവൽ ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. ഇതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതിന് 1-2 കാരണങ്ങളുണ്ട്. ഞാനത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യത്തെ കാരണം എൻ്റെ അഭിപ്രായത്തിൽ നോൺ റിമൂവൽ ബാറ്ററി അല്ലെങ്കിൽ യൂസർ നോൺ റിമൂവൽ ബാറ്ററി ഉപയോഗിക്കുന്നതുകൊണ്ട് ഫോണിന്റെ ഡിസൈൻ നമുക്ക് ഏറ്റവും ഭംഗിയുള്ളതാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ഫോണിൽ മെറ്റൽ ബോഡി യൂസ് ചെയ്യാൻ സാധിക്കും. അതേപോലെ ഫോണ് ഏറ്റവും സ്ലിം ആയിട്ട് നമുക്ക് ലഭിക്കും നോൺ റിമൂവൽ ബാറ്ററി ഉപയോഗിക്കുന്നതുകൊണ്ട്. നമ്മൾ റിമൂവൽ ബാറ്ററിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ ആ ഫോണിന്റെ സൈസ് കൂടാൻ സാധ്യതയുണ്ട്, അതിന്റെ വെയിറ്റ് കൂടാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ചിലപ്പോൾ അതിന്റെ ബാക്ക് കവറും മറ്റും പ്ലാസ്റ്റിക് കൊണ്ടായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ ഇപ്പോൾ മാർക്കറ്റിൽ ലഭിക്കുന്ന യൂസർ നോൺ റിമൂവൽ ബാറ്ററി ഉപയോഗിക്കുന്ന ഫോണുകളുടെ എല്ലാം തന്നെ ലുക്ക് വളരെ മനോഹരമാണ്. ഒരു പ്രീമിയം ഡിസൈൻ ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. പ്രീമിയം ലുക്കിലായിരിക്കും എല്ലാ ഫോണുകളും ലഭിക്കുന്നത്. നമുക്ക് നേരത്തെ ലഭിച്ചുകൊണ്ടിരുന്ന റിമൂവൽ ബാറ്ററി ഉള്ള ഫോണുകളും ഇപ്പോൾ ലഭിക്കുന്ന നോൺ റിമൂവൽ ബാറ്ററി ഉള്ള ഫോണുകളും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിന്റെ കാര്യം മനസ്സിലാവും. നമുക്ക് ഒരു പ്രീമിയം ലുക്ക് ലഭിക്കാൻ യൂസർ നോൺ റിമൂവൽ ബാറ്ററികൾ സഹായിക്കുന്നുണ്ട്. ഇതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം, മുമ്പിറങ്ങിയിരുന്ന ഫോണുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നോൺ റിമൂവൽ ബാറ്ററി ആയിരുന്നു ലഭിച്ചിരുന്നത്. ഇപ്പോൾ ഫോൺ ഒന്ന് ഹാങ് ആകുകയാണെങ്കിൽ നമ്മൾ എന്താ സാധാരണ ചെയ്യാറ്, ഫോണിന്റെ ബാറ്ററി ഒന്ന് ഊരി വീണ്ടും ഇട്ട് കഴിയുമ്പോൾ തന്നെ നോർമലായിട്ട് ഫോൺ റീസ്റ്റാർട്ട് ആവും. ഞാൻ സ്പെഷ്യലി പറയുന്നത് നോക്കിയയുടെ ഫോണുകൾ, സിംബിൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന നോക്കിയയുടെ ഫോണുകൾ, മുമ്പിറങ്ങിയ ഫോണുകളിൽ ബാറ്ററി റിമൂവ് ചെയ്യാൻ സാധിക്കുന്ന ഫോണുകളിൽ ബാറ്ററി കേടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1-2 വർഷം കഴിയുമ്പോൾ നോർമലായിട്ട് എത്ര നല്ല ബാറ്ററി ആണെങ്കിലും അത് അതിന്റെ ചാർജിങ് കപ്പാസിറ്റി കുറഞ്ഞു വരും. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ഏതെങ്കിലും ഒരു ഷോപ്പിൽ പോയിട്ട് ഏതെങ്കിലും ഒരു ലോക്കൽ ബാറ്ററി അതിൻ്റെ അകത്തിടും. കുറച്ച് ദിവസം കഴിയുമ്പോൾ ബാറ്ററി വീർത്തു വരും, അല്ലെങ്കിൽ ഏതെങ്കിലും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായിട്ട് ഫോൺ ഒരുപക്ഷെ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്, തീ പിടിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണയായിട്ട് ബ്ലെയിം ചെയ്യപ്പെടുന്നത് ആ കമ്പനിയാണ്. കാരണം ആ ഫോൺ ഉണ്ടാക്കിയ കമ്പനിക്കായിരിക്കും അതിന്റെ കുറ്റം വരുന്നത്. കാരണം അതിൽ ലോക്കൽ ബാറ്ററി ഇട്ട കാര്യം ആരും ചിന്തിക്കത്തില്ല. ആ കമ്പനിയുടെ മുകളിലായിരിക്കും അതിന്റെ എല്ലാ പ്രശ്നങ്ങളും വരുന്നത്.
പ്രീമിയം ലുക്കിനോടൊപ്പം ഒരു സേഫ്റ്റി നൽകാൻ വേണ്ടിയായിരിക്കാം കമ്പനികൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. നോൺ റിമൂവബിൾ ബാറ്ററി ഒരു സാധാരണക്കാരന് അല്ലെങ്കിൽ ഒരു സാധാരണ യൂസറിന് അവരുടെ ഫോണിന്റെ ബാറ്ററി റിമൂവ് ചെയ്യാൻ സാധിക്കത്തില്ല. അവരുടെ സർവീസിംഗ് സെന്ററിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷോപ്പിലോ കൊണ്ടുപോയി അവിടെ നിന്ന് മാത്രം ബാറ്ററി റിമൂവ് ചെയ്ത് പുതിയ ബാറ്ററി ഇടാൻ സാധിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയത്. പിന്നെ മറ്റൊരു കാരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ കരുതുക സാംസങ്ങിന്റെ ഒരു ഫോണാണെന്ന് തന്നെ വെച്ചോളൂ. സാംസങ്ങിന്റെ ഒരു ഫോണിന്റെ ബാറ്ററി നമുക്ക് മാറണം. ഒറിജിനൽ ബാറ്ററിക്ക് കമ്പനിയുടെ ബാറ്ററിക്ക് 2000 രൂപയാണ്. എന്നാൽ മറ്റൊരു ബാറ്ററി നമുക്ക് 1500 രൂപയ്ക്ക് ലഭിക്കും. അതും ഏതെങ്കിലും ഒരു നല്ല കമ്പനിയുടെ ബാറ്ററി നമുക്ക് 1500 ലഭിക്കും. ഒറിജിനൽ കമ്പനിയുടെ ബാറ്ററി നമുക്ക് 2000 രണ്ടിന്റെയും ക്വാളിറ്റി ഏകദേശം ഒരുപോലെയാണ്. നമ്മൾ 1500 രൂപയുടെ ബാറ്ററി ആയിരിക്കും വാങ്ങുക. 2000 ബാറ്ററി നമ്മൾ വാങ്ങില്ല. കാരണം 500 രൂപ നമുക്ക് ലാഭം ലഭിക്കുന്നത് നമ്മൾ നോക്കത്തുള്ളൂ. കാരണം ഒറിജിനൽ ബാറ്ററി പോലെ തന്നെ ഈ 1500 ബാറ്ററിയും വർക്ക് ചെയ്യും. അപ്പോൾ സംഭവിക്കുന്നത് കമ്പനിക്ക് കിട്ടേണ്ട 2000 രൂപ ഏതെങ്കിലും മറ്റൊരു കമ്പനിക്ക് പോകും. സാംസങ്ങിന് കിട്ടേണ്ട 2000 രൂപ മറ്റേതെങ്കിലും ഒരു കമ്പനിക്ക് പോകും. ഈ ഒരു കാരണവും കാണാം കമ്പനികൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്താനായിട്ട്. അവരുടെ ബാറ്ററി തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയാണ് കമ്പനികൾ ഇപ്പോൾ ഫോണുകളിൽ നോൺ യൂസർ റിമൂവബിൾ ബാറ്ററി ഉപയോഗിക്കുന്നത്. ഈ 3 റീസണുകളായിരിക്കും കമ്പനികൾ അവരുടെ ഫോണുകളിൽ നോൺ യൂസർ റിമൂവബിൾ ബാറ്ററികൾ ഉപയോഗിക്കാൻ കാരണം. ഇനി ഇതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് ഉള്ള മിഥ്യാധാരണകൾ പറഞ്ഞുതരാം. ആളുകളുടെ ഇടയിൽ പരന്നിരിക്കുന്ന ഒരു കാര്യം. കാരണം ചിലർക്കുള്ള ഒരു വിശ്വാസമാണ് നോൺ റിമൂവബിൾ ബാറ്ററിയുള്ള ഫോണുകളിൽ നിന്നും ബാറ്ററി ഊരാൻ സാധിക്കത്തില്ല എന്ന്. ബാറ്ററി ഊരാൻ സാധിക്കുമെന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് ആദ്യമേ പറഞ്ഞു തന്നു. അത് ഏതെങ്കിലും സർവീസ് സെന്ററിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൊബൈൽ ടെക്നീഷ്യന്റെ ഇടയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോണിന്റെ ബാറ്ററി റിമൂവ് ചെയ്യാൻ സാധിക്കും. നോർമലായിട്ട് ഫോണിന്റെ ഒരു 2 തൊട്ട് 3 വർഷം വരെ ഒരു ഫോണിന്റെ ബാറ്ററി നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം സാധാരണ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നില്ല 4-5 വർഷം ഒരാൾ ഒരു ഫോൺ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉപയോഗിക്കുന്നവരുണ്ടായിരിക്കാം. എന്നാൽ ഇപ്പോഴുള്ള മാർക്കറ്റിലെ ട്രെൻഡ് അനുസരിച്ച് എല്ലാവരും പുതിയ ഫോണുകളിലേക്ക് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. 2 വർഷം 3 വർഷം ഒരു ബാറ്ററി നമുക്ക് ബാക്കപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ല കാര്യമാണ്. അതിനുശേഷം അത് കൊടുത്തിട്ട് പുതിയ ഫോണുകൾ എടുക്കുന്ന ഒരു ട്രെൻഡാണ് ഇപ്പോൾ കണ്ടുവരുന്നത് മാർക്കറ്റിൽ. നോൺ റിമൂവബിൾ ബാറ്ററിയിൽ നമുക്ക് ബാറ്ററി റിമൂവ് ചെയ്യാൻ സാധിക്കത്തില്ലെന്നേ ഉള്ളൂ. ബാറ്ററി കേടാവുകയാണെങ്കിൽ ഏതെങ്കിലും സർവീസ് സെന്ററിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെല്ലാം അതിന്റെ സ്പെഷ്യൽ സ്ക്രൂ ഡ്രൈവറും കാര്യങ്ങളും കാണാം. അവർ വളരെ പെട്ടെന്ന് തന്നെ അതിന്റെ ബാറ്ററി റിമൂവ് ചെയ്ത് നമുക്ക് പുതിയ ബാറ്ററി ഇട്ട് വരുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യമാണ്, റിമൂവ് ചെയ്യാൻ കഴിയുന്ന ബാറ്ററി ആണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരു സ്പെയർ ബാറ്ററി വാങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ 2 ബാറ്ററി ഉണ്ടെങ്കിൽ ഒരെണ്ണം ചാർജ് ചെയ്ത് കൈ വെക്കുക. മറ്റേ ബാറ്ററി ഫോണിലുള്ളത് തീർന്നു കഴിയുമ്പോൾ ഈ ബാറ്ററി എടുത്ത് അതിലിട്ടിട്ട് യൂസ് ചെയ്യുക. എനിക്കറിയത്തില്ല, അങ്ങനെ ചെയ്തവരുണ്ടായിരിക്കാം. ഞാൻ ഇതുവരെ അങ്ങനെയൊന്നും യൂസ് ചെയ്തിട്ടില്ല. കാരണം അങ്ങനെ ആ ഒരു പുതിയ ബാറ്ററി വാങ്ങി നമ്മുടെ കൈ വെച്ചിട്ട് ചാർജ് ചെയ്ത് നമ്മുടെ ഫോണിൽ വീണ്ടും ഉപയോഗിക്കേണ്ട, ഓപ്പൺ ആക്കി വീണ്ടും ഇട്ടിട്ട് ആ ബാറ്ററി ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫോൺ ഉപയോഗിക്കേണ്ട അതൊരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ അങ്ങനെ ആരും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ പവർ ബാങ്കും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കും മാർക്കറ്റിൽ കുറഞ്ഞ വിലയ്ക്ക്. ഈ സ്പെയർ ബാറ്ററി വാങ്ങുന്ന ആ പൈസയ്ക്ക് നമുക്കൊരു പവർ ബാങ്ക് വാങ്ങാം. 3-4 പ്രാവശ്യം നമ്മുടെ ഫോൺ ചാർജ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ വാഹനങ്ങളിൽ ഓടിച്ചുകൊണ്ട് പോവുക, കാറിലൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാറിൽ തന്നെ മൊബൈൽ ചാർജ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ 2 ബാറ്ററി ഉപയോഗിക്കേണ്ട ഒരു ആവശ്യം നമുക്ക് വരുന്നില്ല. കാരണം ഒരു നോൺ റിമൂവബിൾ ബാറ്ററി ആണെങ്കിൽ നമുക്ക് ഒരു പ്രശ്നവുമില്ല. പുതിയൊരു ബാറ്ററി സ്പെയർ ബാറ്ററി കൊണ്ടു നടക്കേണ്ട കാര്യമില്ല. പവർ ബാങ്കോ അല്ലെങ്കിൽ നമ്മൾ എവിടെ ചെന്നാലും നമുക്ക് ചാർജ് ചെയ്യാനുള്ള സൗകര്യം ഇപ്പോൾ അവൈലബിൾ ആണ്. പണ്ട് കാലത്തുണ്ടായിരുന്ന ഒരു സെറ്റപ്പ് അല്ല, അതെല്ലാം മാറി വരികയാണ്. പിന്നെ ഫോൺ റിമൂവബിൾ ബാറ്ററി ഉപയോഗിക്കുന്ന ഫോണുകളിൽ നമ്മൾ എപ്പോഴും ഫോണിന്റെ ബാറ്ററി റിമൂവ് ചെയ്യുകയും ഇടുകയും ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ബാക്ക് കവർ അഴുക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ ആ ബാറ്ററി ഇടുന്ന ഭാഗത്ത് എന്തെങ്കിലും കുഴപ്പങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇനിയും ഇതൊന്നും അല്ലാതെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യമാണ്, ഫോൺ ഹാങ് ആയി കഴിഞ്ഞാൽ എന്താണ് ചെയ്യാൻ സാധിക്കുക. പഴയ കാലത്തുണ്ടായിരുന്ന നോക്കിയുടെ ഫോണുകളിൽ ഫോൺ ഹാങ് ആവുകയാണെങ്കിൽ നമ്മൾ ചെയ്യാറുള്ളത് ബാറ്ററി റിമൂവ് ചെയ്യുക, വീണ്ടും ഇടുക, അതിനുശേഷം ഫോൺ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ നോർമലായിട്ട് വർക്ക് ചെയ്യും. എന്നാൽ ഒരു നോൺ റിമൂവബിൾ ബാറ്ററി ഉള്ള ഫോണിൽ എങ്ങനെ നമ്മുടെ ഫോൺ ഹാങ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററി നമ്മൾ റിമൂവ് ചെയ്യും, എങ്ങനെ നമ്മുടെ ഫോൺ പഴയ കണ്ടീഷനിൽ എത്തിക്കും. നോക്കൂ ഫ്രണ്ട്സ്, എല്ലാ ഫോണുകളിലും, അതായത് ഇപ്പോൾ ബ്ലാക്ക്ബെറി ആയിക്കോട്ടെ, HTC ആയിക്കോട്ടെ, ആപ്പിൾ ആയിക്കോട്ടെ, അതേപോലെ സാംസങ് ആയിക്കോട്ടെ, ഏത് കമ്പനി ആണെങ്കിലും ഒരു നോൺ റിമൂവബിൾ ബാറ്ററി ഉപയോഗിക്കുന്ന ഫോണിൽ ആ ഫോൺ റീസ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ അവരെ ആ ഫോണിൽ നൽകും. ഫോർ എക്സാമ്പിൾ ആപ്പിളിന്റെ തന്നെ ഫോൺ എടുക്കുകയാണെങ്കിൽ ഫോൺ ഹാങ് ആയി കഴിഞ്ഞാൽ റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഹോം ബട്ടണും പവർ ബട്ടണും അമക്കി പിടിച്ചു കഴിഞ്ഞാൽ 10 സെക്കൻഡ്സിനുള്ളിൽ നമ്മുടെ ഫോൺ റീസ്റ്റാർട്ട് ആകും. അതേപോലെ എല്ലാ കമ്പനികളും അതേപോലെയുള്ള ഷോർട്ട് കട്ടുകൾ നൽകിക്കൊണ്ടാണ് ഫോൺ നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നോൺ റിമൂവബിൾ ബാറ്ററിയുള്ള ഫോൺ ഹാങ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ള ഒരു ചിന്ത, അത് വെറും തെറ്റിദ്ധാരണയാണ്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുടെ ആവശ്യം നമുക്കില്ല. നോൺ റിമൂവബിൾ ബാറ്ററി ആയാലും റിമൂവബിൾ ബാറ്ററി ആയാലും ഒരു സാധാരണ യൂസറിന് ഒരുപോലെ ഉള്ളൂ. നോൺ റിമൂവബിൾ ബാറ്ററി ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ ഞാൻ പറഞ്ഞു, റിമൂവബിൾ ബാറ്ററി ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ദോഷങ്ങളും ഞാൻ പറഞ്ഞു. രണ്ടായാലും നമുക്ക് ഒരു സാധാരണ യൂസറിന് ഫോൺ ഉപയോഗിച്ചാൽ മതി. അത് ഏറ്റവും ഭംഗിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ നമ്മൾ എങ്ങനെ നമ്മളുടെ ഫോൺ യൂസ് ചെയ്യുന്നു, എങ്ങനെ നമ്മളത് ഉപയോഗിക്കുന്നു, എങ്ങനെ കെയർ ചെയ്യുന്നു, അതിനനുസരിച്ചായിരിക്കും
നമ്മുടെ ഫോണിന്റെ ലൈഫും നമ്മുടെ ഫോണിന്റെ ബാറ്ററിയുടെ ലൈഫും നമുക്ക് ലഭിക്കുന്നത്. അടുത്ത വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഫോൺ ബാറ്ററി അതിന്റെ ലൈഫ് കൂട്ടാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരുന്നതാണ്. നിങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്റെ നന്ദി അറിയിക്കുന്നു. അതേപോലെ തന്നെ എന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ എന്റെ ഫേസ്ബുക്ക് പേജിൽ ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്ക് പേജിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇതിലും നല്ലൊരു അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.